വാട്ട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുഷപ്സിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് നമ്മുടെ മസിൽസ്, കുറച്ച് ലീൻ മസിൽ മാസ്, അതുപോലെ കിഡിലൻ മാസ് നമ്മുടെ ചെസ്റ്റിലും ബൈസെപ്സിലും ട്രൈസെപ്സിലും ഒക്കെ പാക്ക് ചെയ്യാൻ വരുന്ന ഒരു കിഡിലൻ വർക്കൗട്ടാണ് പുഷപ്സ്. അപ്പോൾ ബേസിക് ആയിട്ടുള്ളൊരു പുഷപ്പ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും പുഷപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കോമ്പൗണ്ട് വർക്കൗട്ടാണ്. അപ്പോൾ കോമ്പൗണ്ട് വർക്കൗട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ശരീരഭാഗത്തിന് മാത്രമായിട്ട് നമ്മൾ കളിക്കുന്നില്ല. നമ്മൾ പുഷപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ചെസ്റ്റിന് മാത്രമല്ല വരുന്നത്. നമ്മൾ പല വീഡിയോസിനകത്ത് പറഞ്ഞിട്ടുണ്ട് അത് നമ്മുടെ ട്രൈസിലോട്ടും ബൈസിലോട്ടും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് പുഷപ്പ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ട് ആക്ടിവേഷൻ കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പുഷപ്പിന് നമ്മൾ ഒരു കോമ്പൗണ്ട് വർക്കൗട്ട് എന്ന് പറയുന്നത്. ഗൈസ്, അതായത് മോർ ദാൻ വൺ ജോയിൻസ്, അതായത് പല ജോയിൻസുകളും ആക്ടിവേറ്റ് ചെയ്യുന്നത്, അതുപോലെ പല മസിൽ ഗ്രൂപ്പ്സും ആക്ടിവേറ്റ് ചെയ്യുന്ന വർക്കൗട്ടുകളെയാണ് നമ്മൾ കോമ്പൗണ്ട് വർക്കൗട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പുഷപ്സിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് കറക്റ്റായിട്ട് പുഷപ്പിൻ്റെ സ്ട്രക്ചർ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം പുഷപ്പിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ ആം പ്ലേസ്മെൻറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. ആം പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ചെസ്റ്റിൻ്റെ രണ്ട് അറ്റത്തുമായിട്ട് ആയിരിക്കണം നിങ്ങൾ കൈ പിടിക്കേണ്ടത്. ചെസ്റ്റിൻ്റെ രണ്ടറ്റത്തും കൂടുതൽ കൈ ഫ്രണ്ടിലേക്കും പോകണ്ട ബാക്കിലേക്കും പോകണ്ട. ആ ഒരു നിപ്പിൾ ലൈനിൽ നമ്മൾ കൈ പിടിച്ചതിന് ശേഷം, അതായത് നമ്മുടെ ഷോൾഡർ വിഡ്ത്തിന് കുറച്ച് അകലത്തിലായിരിക്കണം പിടിക്കേണ്ടത്. കൂടുതൽ അടുത്തേക്കോ ഷോൾഡറിൻ്റെ അകത്ത് നിന്ന് കൂടുതൽ പുറത്തേക്കോ പോകാൻ പാടില്ല. ഷോൾഡറിൻ്റെ വിഡ്ത്തിൽ നിന്ന് കുറച്ച് അകലത്തിൽ നമ്മൾ കൈ പിടിക്കുക. എന്നിട്ട് വേണം നമ്മൾ പ്രോപ്പറായിട്ട് പുഷപ്പ് ചെയ്യാൻ. അപ്പോൾ അതായിരിക്കും നമ്മുടെ ആം പ്ലേസ്മെൻറ്റ് പുഷപ്സിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കറക്റ്റായിട്ട് നിങ്ങളുടെ ചെസ്റ്റ് മസിൽസിലേക്ക് തന്നെ ഇതിൻ്റെ ആക്ടിവേഷൻ വരാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മൾ പുഷപ്പ് ചെയ്യാൻ നേരത്തെ നമ്മുടെ കാലുകൾ എങ്ങനെ വെക്കണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പുഷപ്പ് ചെയ്യാൻ നേരത്തെ പലരും ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാല് ഒരുപാട് അകത്തിയായിരിക്കും വയ്ക്കും. നമ്മുടെ രണ്ട് കാലും തമ്മിൽ ഒരു വി പോലെയൊക്കെ ആയിട്ട് വെച്ചായിരിക്കും പലരും ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ ചെയ്തിട്ടുള്ള സംഭവം ശരിക്കും പറഞ്ഞാൽ എളുപ്പമായിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പുഷപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ശരിക്കും അതല്ല അതിൻ്റെ കറക്റ്റ് ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാല് ശരിക്കും അടുപ്പിച്ച് വെച്ച് തന്നെയായിരിക്കും ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത് ശരിക്കും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെയാണ് നമുക്ക് കൂടുതൽ പാടായിട്ട് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മസിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ കാല് രണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അകത്തി വെക്കാണ്ട് കാല് അടുപ്പിച്ച് വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ പുഷപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് പുഷപ്സിൻ്റെ ഒരു സ്ട്രക്ചറാണ്, അതായത് നമ്മുടെ ബോഡിയുടെ എൻ്റയർ ബോഡി പ്ലേസ്മെൻറ്റ്. അപ്പോൾ ആ പൊസിഷനെ നമ്മൾ പറയുന്നത് പ്ലാങ്ക് പൊസിഷൻ എന്നാണ്. അത് നമ്മുടെ ആപ്സ് ആണെങ്കിലും നമ്മുടെ കോർ മസിൽസ് ആണെങ്കിലും നമ്മൾ അതിനെ ഏറ്റവും കൂടുതൽ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു വർക്കൗട്ടാണ് പ്ലാങ്ക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്ലാങ്ക് പൊസിഷൻ എങ്ങനെയാണെന്ന് നമ്മളിപ്പോൾ വീഡിയോയ്ക്കകത്ത് കാണിച്ചിരുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ നോക്കിയാൽ മനസ്സിലാവും. പ്ലാങ്ക് പൊസിഷനിൽ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ചെസ്റ്റ് മസിൽസ് ആക്ടിവേറ്റ് ചെയ്യും. നമ്മുടെ കോർ മസിൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മോള് തൊട്ട് താഴെ വരെയുള്ള കംപ്ലീറ്റ് മസിൽസ്, നമ്മുടെ ആപ്സ് മസിൽസ്, നമ്മുടെ ഒബ്ലീക്ക് മസിൽസ്, അതുപോലെ നമ്മുടെ ബൈസെപ്സ്, നമ്മുടെ ട്രൈസെപ്സ്, അതുപോലെ എല്ലാ മസിൽസും ആക്ടിവേറ്റ് ആകും. നമ്മുടെ ഇൻക്ലൂഡിങ് നിങ്ങളുടെ ഗ്ലൂട്ട്സ്, ഹാംസ്ട്രിങ്സ് അടക്കം ആക്ടിവേറ്റ് ആക്കുന്നതാണ് നമ്മുടെ പ്ലാങ്ക് പൊസിഷൻ എന്ന് പറയുന്നത്. അതായത് പ്ലാങ്ക് പൊസിഷൻ എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങളുടെ ഗ്ലൂട്ട്സ് മേലിലേക്ക് പൊക്കി നിർത്തിയിട്ട്, അതായത് നിങ്ങളുടെ ഹിപ്സ് മേലിലേക്ക് പൊക്കി നിർത്തിയിട്ടുള്ള ഒരു പൊസിഷൻ അല്ല പ്ലാങ്ക് പൊസിഷൻ. പ്ലാങ്ക് പൊസിഷനിൽ നിൽക്കുന്നത് നിങ്ങളുടെ കംപ്ലീറ്റ് ബോഡിയുടെ മസിൽസും ആക്ടിവേറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു പൊസിഷൻ തന്നെയാണ് നമ്മുടെ പുഷപ്സിലേക്ക് വരുമ്പോഴത്തേനും പുഷപ്സിലും നമ്മൾ കറക്റ്റായിട്ട് പ്ലാങ്ക് പൊസിഷനിലാണ് നിൽക്കേണ്ടത്. അതായത് നിങ്ങളുടെ ഗ്ലൂട്ട്സ് മുകളിലേക്ക് പൊക്കി പിടിച്ചിട്ടായിരിക്കരുത് പുഷപ്സ് ചെയ്യേണ്ടത്. ആ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഫോം തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നോക്കുക. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ മാത്രമേ നിങ്ങളുടെ നമ്മൾ പറഞ്ഞ പോലെ കോമ്പൗണ്ട് ലിഫ്റ്റാണ് പുഷപ്പ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പുഷപ്പ് ചെയ്യുമ്പം ഒരു കോമ്പൗണ്ട് വർക്കൗട്ടിൻ്റെ ഒരു എഫക്റ്റാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കംപ്ലീറ്റ് ബോഡി ആക്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എങ്ങനെ നിന്നിട്ട് വേണം നിങ്ങൾ പ്ലാങ്ക് പൊസിഷനിൽ നിന്നിട്ട് വേണം നിങ്ങൾ പുഷപ്പ് ചെയ്യാനായിട്ട്. പുഷപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ബെഞ്ച് പ്രസ് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ ബെഞ്ച് പ്രസ് നമ്മൾ ജിമ്മിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാർ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമ്മുടെ ബോഡി വെയിറ്റ് ആയിരിക്കും നമ്മൾ പുഷ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തറയുടെ ഒരു ഹെൽപ്പ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ബോഡി വെയിറ്റിനാണ് നമ്മൾ പുഷ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ബെഞ്ച് പ്രസ് തന്നെയാണ് സംഭവം. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഫ്രണ്ടിലോട്ടൊക്കെ നമ്മൾ റെഗുലർ പുഷപ്പ് ചെയ്യാൻ നേരത്ത് ഫ്രണ്ടിലോട്ടൊക്കെ ആഞ്ഞ് നിന്ന് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഷോൾഡറിലോട്ടൊക്കെ ഒരുപാട് ചിലപ്പോൾ കൂടുതൽ വെയിറ്റ് അങ്ങോട്ടൊക്കെ വരുമായിരിക്കും. അപ്പോൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷോൾഡറിനൊന്നും കൊള്ളത്തില്ല. ചിലപ്പോൾ ജോയിൻസിനൊക്കെ ചിലപ്പോൾ തേയ്മാനമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ നേരത്തെയുള്ള പല വീഡിയോസിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചില അഡ്വാൻസ്ഡ് വർക്കൗട്ട്സിൻ്റെ അകത്തൊക്കെ ചില പുഷപ്പ് വേരിയേഷൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്, ഫ്രണ്ടിലോട്ടൊക്കെ നിന്നിട്ടും ബാക്കിലോട്ട് നിന്നിട്ടും ഒക്കെ ചെയ്യേണ്ടതൊക്കെ. പക്ഷേ അതൊന്നും റെഗുലർ പുഷപ്പ് അല്ല. റെഗുലർ പുഷപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പുഷപ്പിൻ്റെ പേരാണ് നമ്മളിപ്പോൾ പറയുന്നത്. അപ്പോൾ സാധാരണ ചെയ്യുന്ന പുഷപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ കൈ രണ്ടും അപ്പാർട്ടായിട്ട് വെച്ചിട്ട് ഒരു ഷോൾഡറിൻ്റെ സൈഡിലോട്ട് ഇങ്ങനെ അപ്പാർട്ടായിട്ട് വെച്ചിട്ട് കറക്റ്റ് ആ ഒരു രീതിയിൽ പ്ലാങ്ക് പൊസിഷൻ തന്നെ നിന്നിട്ടായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ ഒരുപാട് ഫ്രണ്ടിലോട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഷോൾഡറിലോട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യുന്ന കാര്യമാണ്. അതായത് നമ്മൾ ഏത് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിലും നമുക്ക് ആ ഒരു മസിൽ മൈൻഡ് കണക്ഷൻ നമ്മൾ പറയും. അതായത് നമ്മൾ ആ ഓരോ മസിൽസും നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന മസിൽസ് പ്രോപ്പറായിട്ട് നമ്മുടെ മൈൻഡിൽ നമ്മൾ ഫീൽ ചെയ്തുകൊണ്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ പ്രോപ്പറായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പം എന്നാലും നമ്മുടെ ബോഡിക്ക് മനസ്സിലാകത്തുള്ളൂ. അതായത് നമ്മുടെ ഒരു സബ് കോൺഷ്യസ് മൈൻഡിന് മനസ്സിലാക്കി നമ്മുടെ ഏത് പാർട്ടിനാണ് ചെയ്യുന്നത്, അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ പാർട്ടിലേക്ക് കൂടുതൽ ബ്ലഡ് പമ്പ് ചെയ്യാനും അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കത്തുള്ളൂ.
അപ്പോൾ നിങ്ങൾ താഴത്തേക്ക് നിങ്ങളിങ്ങനെ പോകുമ്പോഴത്തേനും സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ട്രെച്ച് ആകുകയാണ്, നിങ്ങൾ ചെസ്റ്റ് സ്ട്രെച്ച് ആകുകയാണ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ താഴത്തേക്ക് ഇപ്പോൾ പുഷപ്പ് ചെയ്യുമ്പോൾ നോർമലായിട്ട് താഴത്തേക്ക് വരുമ്പോൾ കണ്ടോ, ഇങ്ങനെ താഴത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ ചെസ്റ്റ് കംപ്ലീറ്റ് സ്ട്രെച്ച് ആയി. അതുപോലെ നമ്മൾ ഇങ്ങനെ മേളിലേക്ക് പോകുമ്പോൾ കണ്ടോ നിങ്ങളുടെ ചെസ്റ്റ് കംപ്ലീറ്റ് കൺട്രാക്റ്റ് ആയി. അപ്പോൾ താഴത്തേക്ക് വരുമ്പോൾ സ്ട്രെച്ച് ആകുന്നു, മേളിലേക്ക് പോകുമ്പോൾ കൺട്രാക്റ്റ് ചെയ്യുന്നു. ഈ മൂവ്മെൻറ്റ് നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ട് വേണം നിങ്ങൾ ഈ മൂവ്മെൻറ്റ് പക്കയായിട്ട് ചെയ്യാനായിട്ട്. അതായത് മേളിലേക്ക് ചെല്ലുമ്പോഴത്തേനും അതിൻ്റെ കൺട്രാക്ഷൻ കൂട്ടാനായിട്ട് ഇതുണ്ടോ, മേളിലേക്ക് ഇങ്ങനെ ചെല്ലുമ്പോൾ കൺട്രാക്ഷൻ കൂട്ടാനായിട്ട് നമ്മൾ നമ്മുടെ ബൈസെപ്സ് ഒന്ന് അകത്തേക്ക് ഇതുണ്ടോ ഇങ്ങനെ അകത്തേക്ക് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഇതിനാണ് ബൈസെപ്പ് ക്ലോസിംഗ് എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ ബൈസെപ്സ് കൂടുതൽ അടുപ്പിക്കാൻ നോക്കുമ്പോഴത്തേനും നമ്മുടെ ചെസ്റ്റ് കുറച്ചും കൂടെ ഒന്ന് കൺട്രാക്റ്റ് ആകും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് നമ്മുടെ ചെസ്റ്റ് കൺട്രാക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഈ പ്രോപ്പർ സ്ട്രെച്ചിങ്ങും അതുപോലെ പ്രോപ്പർ കൺട്രാക്ഷനും നിങ്ങൾ ചെസ്റ്റിന് വരുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു പോയിന്റാണ്. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ടിപ്പാണിത്. അതായത് നമ്മൾ പുഷപ്പ് ചെയ്യാൻ നേരത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് കറക്റ്റായിട്ടൊരു ടെമ്പോ ഉണ്ട്. അതായത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ താഴത്തോട്ട് പോകാൻ നേരത്തെ ഇപ്പോൾ നമ്മളൊരു എന്താ പറയുക 2 സെക്കൻഡ് ടൈം എടുത്തുകൊണ്ടാണ് നമ്മൾ താഴത്തോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ 1 സെക്കൻഡ് എടുത്തുകൊണ്ട് തന്നെ നമ്മൾ മേലോട്ട് വരാമെന്ന് നോക്കുക. അതായത് നമ്മൾ താഴത്തോട്ട് പോകുന്നതിനെ കഴിഞ്ഞും ഒരു എന്താ പറയുക ഇരട്ടി സ്പീഡിൽ മേലോട്ട് വരിക. ഇപ്പോൾ നിങ്ങൾ എത്ര സെക്കൻഡാണ് എടുക്കുന്നത്, ഇപ്പോൾ നിങ്ങൾ 4 സെക്കൻഡ് എടുത്താണ് താഴത്തോട്ട് പോകുന്നതെങ്കിൽ നിങ്ങൾ 2 സെക്കൻഡ് കൊണ്ട് തന്നെ മേലോട്ട് വരാം. അപ്പോൾ മേലോട്ട് നിങ്ങൾ പെട്ടെന്ന് വരാം, താഴത്തോട്ട് നിങ്ങൾ പതുക്കെ പോകണം. അടുത്തത് ലാസ്റ്റ് പോയിന്റാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് നമ്മുടെ പുഷപ്പ് ചെയ്യുമ്പം നമ്മൾ പല ആൾക്കാരും ചെയ്യുന്ന ഒരു കാര്യമാണ് എൽബോ ലോക്കിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പുഷപ്പ് ചെയ്തിട്ട് മേളി വന്ന് കഴിയുമ്പോഴത്തേനും കൈ കംപ്ലീറ്റ് സ്ട്രെച്ച് ചെയ്തിട്ട് ഈ എൽബോസ് ലോക്ക് ചെയ്യുന്നത്. ഇതാണ് ഇങ്ങനെ ലോക്ക് ചെയ്യുന്നതിനാണ് എൽബോ ലോക്കിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ട്രൈസെപ്സ് കംപ്ലീറ്റ് എക്സ്റ്റെൻഡ് ആകുന്ന ഒരു ഫീൽ കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ കംപ്രസ് ആകുന്ന ഒരു ഫീൽ കിട്ടുമായിരിക്കും. പക്ഷേ നമുക്ക് നമ്മുടെ ജോയിൻസിന് ഡാമേജ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുറേ നാൾ കഴിയുമ്പം ജോയിൻസിന് ഡാമേജ് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മൂവ്മെൻറ്റാണ് ഈ എൽബോ ലോക്കിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ എൽബോ ലോക്കിംഗ് അവോയ്ഡ് ചെയ്യുക. മേളിലേക്ക് ജസ്റ്റ് ഇങ്ങനെ ഇത്രയും വന്നാൽ മതി. അതായത് നിങ്ങൾ ചെസ്റ്റിൽ ആക്ടിവിറ്റി ചെയ്യിപ്പിച്ചാൽ മതി. ഫുൾ എൽബോ ലോക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യേണ്ട. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ പുഷപ്പിൻ്റെ പ്രോപ്പറായിട്ട് നമ്മൾ പല ആൾക്കാരും വരുന്ന ഒരു മിസ്റ്റേക്ക്. ഇത് ഭാവിയിൽ നിങ്ങൾക്ക് ജോയിൻറ്റ് പെയിനുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് പുഷപ്പ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ. നിങ്ങൾ എന്നും ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്യുന്നൊക്കെ ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്നും പുഷപ്പ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ അതേസമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ബിഗിനേഴ്സാണ്, അല്ലെങ്കിൽ ജിമ്മിൽ പോയി തുടങ്ങിയിട്ടൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പലർക്കും ഡൗട്ട് ഉണ്ടാവും എന്നും പുഷപ്പ് ചെയ്യുന്ന കുഴപ്പമുണ്ടോ എന്നൊക്കെ. ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് എല്ലാ ദിവസവും തന്നെ പുഷപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ വീഡിയോ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന നമ്മൾ വരുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നത് ഡെഫിനറ്റ് ആയിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നമ്മൾ ഇതുപോലത്തെ നല്ല ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ട് ടോപ്പിക്കുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങളെല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക, ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. അപ്പം നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ഇപ്പോൾ എല്ലാ ജിമ്മുകളും ലോക്കൊക്കെ ആയതുകൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുഷപ്പിൻ്റെ മാക്സിമം ബെനിഫിറ്റ്സ് നിങ്ങൾ യൂസ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾ ബിഗിനറായിട്ടുള്ള ഒരു ബേസിക് ബിഗിനറായിട്ടുള്ള ഒരാളാണെങ്കിൽ ഞങ്ങൾ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് പുഷപ്പ് ഈ രീതിയിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മുട്ട് നിങ്ങൾ ജസ്റ്റ് കുത്തി എന്നിട്ട് ചെയ്യാവുന്നതാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് ഞങ്ങൾ കാണിച്ചു തരാം. നോർമൽ പുഷപ്പ് എന്നിട്ട് മുട്ട് താഴത്തേക്ക് ജസ്റ്റ് കുത്തുക എന്നിട്ട് ചെയ്യുക. അങ്ങനെ ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേനും നിങ്ങൾ സെറ്റ് ആയിക്കോളും മച്ചാൻ വരെ. അപ്പോൾ ഓക്കെ, നമുക്ക് മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ദിസ് ഇസ് ബൈ ബൈ ഫ്രം മലയാളീസ് ഫാഷൻ.